ഹലോ. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് കുറേ തവണ വന്നതാണ് നേരത്തെ. എന്നാലും ഒരു തവണയും കൂടി പെട്ടെന്നൊരു മൈൻഡ് ഒന്ന് കൂളാക്കാൻ വേണ്ടി പോവാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ദേ നേരെ മൂന്നാർ വന്നിരിക്കുകയാണ്. ഞങ്ങൾ രാത്രി 12 മണിക്കുള്ള വണ്ടിക്ക് കയറി വെളുപ്പിനെത്തി. ഇന്ന് ഫ്രഷപ്പായി ഇതേ ഞങ്ങൾ സൈറ്റ് സീയിങ് വണ്ടി കയറി. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ മാട്ടുപ്പെട്ടി ഡാമാണ്. കണ്ടോ, നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഭയങ്കരമായിട്ട് റിഫ്രഷിങ് ആയിരുന്നു, ഒരു കൂളിംഗ് ആയിരുന്നു. ഞങ്ങളെ അവിടെ ഇറക്കിയിട്ട് ബസ് ഇപ്പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ നടന്ന് പയ്യെ അപ്പുറത്തെ സൈഡിലേക്ക് ചെല്ലുമ്പോൾ ബസ്സും അപ്പുറത്തേക്ക് വരും. അപ്പോൾ ഞങ്ങൾ പയ്യെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അതിമനോഹരമായിട്ടുള്ള മലനിരകളും കാര്യങ്ങളൊക്കെ കണ്ട് നല്ലൊരു, ശരിക്കും പറഞ്ഞാൽ മൈൻഡ് തുടക്കത്തിൽ തന്നെ ഒന്ന് കൂളായി സെറ്റായി. ഇതാ കണ്ടില്ലേ, ഡാം ചെറുതായിട്ട് തുറന്നുവിട്ടിരിക്കുന്ന കാഴ്ചയാണ്. ഞങ്ങൾ ഈ സൗണ്ട് കേട്ടിട്ടാണ് നടന്ന് ഇവിടം വരെ വന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഡാം ഇങ്ങനെ തുറന്നുവിട്ടിരിക്കുകയാണെന്നുള്ളത്. കണ്ടോ, ഞങ്ങളിപ്പോൾ ഈ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ബസ്സിൽ തന്നെ ഏകദേശം ഒരു 10-25 പേരുണ്ടായിരുന്നു. മോള് കണ്ടോ നല്ല ഹാപ്പിയാണ്. അങ്ങനെ പയ്യെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു. അതിൻ്റെ ഇടയ്ക്ക് പയ്യെ കഴിക്കാൻ തണ്ണിമത്തനും മാങ്ങയൊക്കെ വാങ്ങി ഞങ്ങളിങ്ങനെ പയ്യെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബസ്. ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് വന്ന ആൾക്കാരാണ്. അങ്ങനെ പയ്യെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ശനിയാഴ്ചയാണ് ഞങ്ങൾ ചെന്നത്. കാരണം നല്ല റഷായിരുന്നു. ഇഷ്ടംപോലെ വണ്ടികളും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി കയറിയിരുന്നു, അടുത്ത സ്ഥലത്തെത്തി. ഇതാണ് എക്കോ പോയിന്റ്. കണ്ടില്ലേ, എക്കോ പോയിന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളിവിടെ ഉണ്ടാക്കുന്നു, അവിടെ നിന്ന് എക്കോ വരുന്നു. നല്ലൊരു, ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ അവിടെ പോകുമ്പോൾ നമുക്കവിടെ താമസിക്കാൻ തോന്നും. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ആണ്. കണ്ടില്ലേ, അവിടെ അതിഭയങ്കര ഒച്ചയുള്ള 2-3 ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ നല്ല അടിപൊളിയായിട്ട് വിസിലടിച്ചു. അതേപോലെ തിരിച്ച് എക്കോ നമുക്ക് കേട്ടു. അവിടെയും കുറച്ച് നേരം നമുക്ക് ഹോൾട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് പയ്യെ നടന്ന് അവിടെ വന്ന് നിർത്തുക. ഞങ്ങളും പയ്യെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അറ്റത്ത് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും കണ്ടോ. ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ആ ഒരു മലയുടെ മുകളിൽ ആ ഒരു മേഘം വന്ന് നിൽക്കുന്നത് ഒരു നല്ലൊരു കാമിങ് ആയിട്ടുള്ളൊരു സീനറി ആയിരുന്നു അത്. ഇത് അടുത്ത സ്ഥലമാണ്. നമ്മളത് 3ാമത്തെ ഡെസ്റ്റിനേഷനാണിത്. ഞാൻ ആദ്യം ഇറങ്ങി, കാരണം വൈഫിനും കൊച്ചിനും ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം വന്നിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച കുറേ കുരങ്ങന്മാരിരിക്കുന്നതാണ്. അപ്പം ഞാൻ ചെന്നിട്ട് വൈഫിനെയും മോളെയും 2പേരെയും വിളിച്ചോണ്ട് വന്നു. കണ്ടില്ലേ, കുറേ കുരങ്ങന്മാർ, ഇഷ്ടം പോലെ കുരങ്ങന്മാർ, ചെറുതും വലുതുമായിട്ട് കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ പയ്യെ, ഇതൊരു ഡാം തന്നെയാണ്, പയ്യെ ഞങ്ങൾ ഇറങ്ങി. എന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശനിയാഴ്ച ആയതുകൊണ്ട് കുറേ വണ്ടികളുണ്ടായിരുന്നു, നല്ല റഷായിരുന്നു. അപ്പോൾ ഞങ്ങൾ പയ്യെ അതേ കുരങ്ങന്മാരെയൊക്കെ കണ്ട് പയ്യെ ഡാമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ ഡാമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ കുറേ കടകളുണ്ട് കേട്ടോ. കുറേ കടകളെന്ന് പറഞ്ഞാൽ പലതരം സാധനങ്ങൾ നമുക്ക് മേടിക്കാം. അവിടെ നിന്ന് ടോയ്സ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, തേയില, കളിപ്പാട്ടങ്ങളാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ. മോളൊരു കളിപ്പാട്ടം കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് പറയുന്നത് 200 രൂപയാണ് ആ ഒരു ഒക്ടോബസിൻ്റെ പാവയുടെ വില. ഞങ്ങൾ പയ്യെ അവളെ പറ്റിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ മേടിച്ചരാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവളെ കൊണ്ട് പോയി. കുറേ കടകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. നമുക്ക് സാധനങ്ങൾ ഒക്കെ മേടിക്കാൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മേടിച്ചോണ്ടാകും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ നിന്ന് നമ്മൾ എന്ത് സാധനം മേടിച്ചാലും കവറ് നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇത് കുണ്ടല ഡാമാണ്. അപ്പോൾ ഈ കുണ്ടല ഡാമിലേക്ക് പോകുന്ന വഴിക്ക്
കുരങ്ങന്മാർ ഇത് കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ കവർ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ. അങ്ങനത്തെ ഞങ്ങൾ അടുത്ത സൈഡിലെത്തി, അപ്പുറത്തെ സൈഡിലെത്തി. അവിടെയും ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ കടകളുണ്ട്. നമുക്ക് എന്ത് സാധനം വേണേലും മേടിക്കാം, കയ്യിൽ കാശുണ്ടായാൽ മാത്രം മതി. കളിപ്പാട്ടങ്ങളും തേയിലയും ചോക്ലേറ്റ്സും പിന്നെ കഴിക്കാൻ നൂഡിൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ നിന്ന് ചോക്ലേറ്റും തേയിലയും മേടിച്ചു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കുരങ്ങന്മാരുടെ അത്യാവശ്യം നല്ല ശല്യം തന്നെ ഉണ്ടായിരുന്നു. എന്താ ഞങ്ങളിങ്ങനെ നടന്ന് അറ്റത്തെത്തിയപ്പോൾ അതാ കുതിര നിൽക്കുന്നുണ്ട്, 2 കുതിര. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയിട്ട് ഇതാ ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതും കൂടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് 1:45 ആയപ്പോൾ ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ടോപ്പ് സ്റ്റേഷനിൽ ചെല്ലണം കേട്ടോ. ഞങ്ങൾ 3 പ്രാവശ്യം 4 പ്രാവശ്യം പോയപ്പോഴും ഓരോ തവണ ഓരോ സ്ഥലങ്ങളിലേക്കാണ് ഈ ബസ് പോയത്. ഇപ്പോൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒരു ഉച്ച സമയമാണ് ഈ കാണുന്നത്. പലരും നിങ്ങൾ പോയിട്ടുണ്ടാവും ടോപ്പ് സ്റ്റേഷനിൽ, ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് നിങ്ങൾ കാണുന്ന സീൻ എന്ന് വെച്ചാൽ ഈ കോട അടിച്ച് കയറുന്നതാണ്. അതുകൊണ്ടാണ് പെട്ടെന്നൊക്കെയാണ്, കാരണം ഞങ്ങൾ കയറുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ ആ സമയത്ത് റോഡ് പണി നടക്കുമായിരുന്നു. അത് കാരണം ഉച്ചയ്ക്ക് നല്ലൊരു ബ്ലോക്ക് കിട്ടി. ഏകദേശം 1.5 മണിക്കൂർ ബ്ലോക്കിൽ പെട്ടു ടോപ്പ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ. അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ചെയ്ത ഉച്ചയ്ക്ക് 2 മണി 2:10 ആ സമയത്ത് കാണുന്ന കോടയാണ്. ശരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച ഭയങ്കര ഒരു രസകരമായിരുന്നു. അതേപോലെ തന്നെ പേടിയുണ്ടായിരുന്നു, കാരണം ഇതിങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. താഴോട്ട് എത്ര താഴ്ച ഉണ്ടെന്ന് പോലും നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം അവിടെ കിടന്നു ആ ഒരു റോഡ് ബ്ലോക്ക് കാരണം. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചത്. ബിരിയാണിയാണ് കഴിച്ചത്. അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പയ്യെ സൈഡിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ആ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലെ കാഴ്ചയാണ് ഇതാണ്. കണ്ടോ, ഞങ്ങളങ്ങനെ വട്ടവട എത്തിയിട്ടോ. വട്ടവടയാണ്. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അതേ പയ്യെ കുറച്ച് നേരം ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ താഴെ കാണുന്നത് സ്ട്രോബെറി തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ് ഫുഡ് കഴിഞ്ഞിട്ട്. അവിടെ നിന്ന് നമുക്ക് ജീപ്പിന് പോകണമെങ്കിൽ പോവാം. ഒരാൾക്ക് 250 രൂപ വെച്ചിട്ട് പോവാം. പക്ഷെ അവർ 10 പേരായാലേ പോകുള്ളൂ. അപ്പോൾ അവർ കുറച്ചധികം റൂട്ടുകൾ കവർ ചെയ്ത് പോകും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പയ്യെ ജീപ്പിൽ കയറി പോവാം. പക്ഷേ 10 പേരില്ല. അവർ 10 പേരെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് ജീപ്പ് എടുക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരെന്ത് തീരുമാനിച്ചെന്ന് വെച്ചാൽ പയ്യെ നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഇത്തിരി സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്. താഴോട്ട് ഇറങ്ങി പയ്യെ സ്ട്രോബെറി തോട്ടമൊക്കെ കണ്ട് സ്ട്രോബെറിയൊക്കെ വാങ്ങി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി തോട്ടത്തിലേക്കുള്ള പോക്കിലാണ്. ഇതാണ് ഇങ്ങനെ കയറി ചെല്ലുന്നത് നമ്മൾ സ്ട്രോബെറി തോട്ടത്തിലേക്കാണ്. കണ്ട ഇത്തിരി വഴി ഇത്തിരി ഇതാണ്. അതൊക്കെ അതെ സ്ട്രോബെറി തോട്ടത്തിലെത്തി. ഇവിടെ ഒന്നും കാണാൻ പറ്റാത്ത അത്രയും റെഡിഷ് ആയിട്ടുള്ള റോസാപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. റെഡ് മാത്രമല്ല വൈറ്റും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു ഡാർക്കല്ല.
നമുക്ക് അവിടെ നിന്ന് സ്ട്രോബെറി വാങ്ങാം. സ്ട്രോബെറി കൂടാതെ സ്ട്രോബെറി ജാമുണ്ട്, സ്ട്രോബെറി വൈനും ഉണ്ട്. അപ്പോൾ ജാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ജാമായാലും വൈനായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ജാം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ഓർഗാനിക്കാണ്, അതായത് വേറെ മായങ്ങളോ കാര്യങ്ങളോ കലക്കമൊന്നും ഇല്ലാത്ത ഫ്രഷായിട്ട് അവർ സ്ട്രോബെറിയിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഒരു കുപ്പിക്ക് 100 രൂപയാണ്. അപ്പോൾ ഞങ്ങളൊരു കുപ്പി ജാം മേടിച്ചു. വൈൻ മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്ട്രോബെറി ജാമും സ്ട്രോബെറി വാങ്ങി. സ്ട്രോബെറി ജാമിന് ഒരു കുപ്പി 100 റുപ്പീസാണ്. സ്ട്രോബെറിക്ക് 250 ഗ്രാമിന് 200 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കണം, അല്ലല്ലോ ഓൾറെഡി പറിച്ച് വെച്ചത് പാക്കറ്റിലാക്കി തരുകയല്ല ചെയ്യുന്നത്. നമ്മൾ പറയുമ്പോൾ അവർ അവരുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ട് നമുക്ക് തരുന്നുണ്ട്. ആ ചേച്ചി അത് എടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല നോക്കി എടുത്ത് തരാമെന്ന് പറഞ്ഞ ചേച്ചി. അപ്പം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഹണി മ്യൂസിയത്തിലേക്കാണ്. ഇതാണ് ഹണി മ്യൂസിയം. ഇത് ബേസിക്കലി ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഹണിയുടെ സാധനങ്ങളുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്. കണ്ടോ, ഒരുപാട് ഐറ്റം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കാണുന്നത് കയറുമ്പോൾ തന്നെ കളിപ്പാട്ടങ്ങളാണ് ഉള്ളത്. പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. കണ്ടില്ലേ, ബാഗുകൾ. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഈ ഒരു നഴ്സറി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ചെടികളും കാര്യങ്ങളും. ഈ കാണുന്ന വെളുത്തുള്ളിയാണ്, നല്ല ഫ്രഷാണ്. വെജിറ്റബിൾസിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, നല്ല ഫ്രഷാണ്. കുറച്ച് നമ്മുടെ ഇവിടെ കാണുന്ന പോലെ അത്ര അധികം ഇല്ലെങ്കിലും നല്ല സ്ട്രോബെറിയുടെ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു, ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയിൽ കൊണ്ടുപോയി പിടിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ അത് പിടിക്കുമെന്നാണ് അവർ പറഞ്ഞത്. കണ്ടോ, നല്ല ഫ്രഷ് വെളുത്തുള്ളി. പിന്നെ ക്യാരറ്റ്. അപ്പം ഞങ്ങൾ കുറച്ച് ക്യാരറ്റ് മേടിക്കാമെന്നും പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോയത്. പക്ഷേ ഞങ്ങളെ ഫ്രണ്ട് ചെയ്യുന്ന ആൾക്കാർ അവിടുത്തെ ക്യാരറ്റ് ഫുള്ള് വാങ്ങിച്ചുകൊണ്ട് പോയി. ഞങ്ങളവിടെ ക്യാരറ്റ് ഇപ്പം കിട്ടുമെന്നും പറഞ്ഞ് നോക്കി നിന്നത് മാത്രം മിച്ചം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട്. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി.
അവിടെ ചെന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. നമുക്ക് ആ ഒരു ഫോട്ടോ പോയിന്റിൽ നോക്കിയാൽ കാണുന്നതാണ് ഈ വെള്ളച്ചാട്ടം. അപ്പോൾ അതൊക്കെ അവിടെ നിന്നൊരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാർ വെച്ച് ആകെ കണ്ട വന്യജീവികളാണ് ബൈസൺ, കാട്ടുപോത്ത്. ആനയെ കാണുമെന്നൊക്കെ വിചാരിച്ച ആന പോയിട്ട് ആനയുടെ കൂടെ പോലും കണ്ടില്ല. കാട്ടുപോത്ത്. ആ ഒരു സമാധാനത്തിൽ ഞങ്ങളിങ്ങനെ പയ്യെ പോകുന്നതാണ്. ഞങ്ങൾ വീണ്ടും ടോപ്പ് സ്റ്റേഷനിലെത്തി. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും അതേപോലെ തന്നെ നല്ല രീതിയിൽ കോട കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ, കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കോട ഈ വരുന്നത് പോലെ തന്നെ പോവുകയും ചെയ്യും കേട്ടോ. പെട്ടെന്ന് വരും, അതേപോലെ തന്നെ പെട്ടെന്ന് പോവുകയും ചെയ്യും. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ കോട ഇറങ്ങിക്കൊണ്ടിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ കോട പെട്ടെന്ന് തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു. തിരിച്ചു വന്നപ്പോഴും അതേ ബ്ലോക്കിൽ ഞങ്ങൾ പെട്ടു. ഈ ഒരു ബ്ലോക്കിൽ പെട്ടത് കാരണം അന്ന് ഈവനിങ് ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ബസ് ഞങ്ങൾക്ക് മിസ്സായി. ശനിയാഴ്ചത്തെ ബസ് ഞങ്ങൾക്ക് മിസ്സായത് കാരണം അന്ന് ഞങ്ങൾ ഡോർമെട്രിയിൽ കിടന്നിട്ട് അടുത്ത ദിവസം വെളുപ്പിന് രാവിലെ 4:20 ബസ്സിന് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് കയറി. ഈ കാണുന്നതാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് പോരുന്ന ബസ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം SK Bytes 2.0.